ടൗണിൽ പോയിട്ട് വന്നപ്പോൾ അണ്ണൻ കൊണ്ടുവന്നതാണ്. ദേ നീ ഓർഡർ ചെയ്ത കുറേ കൊറിയർ വന്നിട്ടുണ്ടെന്നേ. എനിക്കുള്ളൊരു പ്രധാന പണിയാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യും കേട്ടോ, നമ്മുടെ ഈ പാർട്ടീഷനിലൊക്കെ വെക്കാനായിട്ട്. ഞാനങ്ങനെ ഓർഡർ ചെയ്ത് വന്ന് പാർട്ടീഷനൊക്കെ നിറഞ്ഞു. സത്യം പറഞ്ഞാൽ മൂന്നുകൂട്ടനാണ് എൻ്റെ കൂടെ കൂടുന്നത്. മൂന്നുകൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ വെക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ച് വെക്കാവുന്നതാണ് മൂന്നുകൂട്ടൻ ചെയ്യുന്ന പണി. പൊന്നൂന് പിന്നെ ഇതിനോട് വലിയ കമ്പമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ വാങ്ങിച്ചും വെച്ചും സത്യം പറഞ്ഞാൽ പാർട്ടീഷനൊക്കെ നിറഞ്ഞു കേട്ടോ. എനിക്കിന്ന് തീരെ വയ്യാത്തൊരു ദിവസമായിരുന്നു. കുറേ നാൾ ലേറ്റായിട്ടാണ് പീരീഡ്സൊക്കെ വന്നത്. അതിൻ്റെ നല്ല വയ്യായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഈ ഉത്തരവാദിത്വത്തിൽ നിന്നൊന്നും മാറാൻ പറ്റൂല. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, പണ്ടൊക്കെ എന്തൊരു സുഖമായിരുന്നു. ഇപ്പോൾ കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ആയതിന് ശേഷം ഒരു ദിവസം എന്നാണൊന്ന് വെറുതെ ഇരിക്കാൻ പറ്റുക. ഇന്ന് ഫുൾ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് പോയി കിടന്നാലും ഞാൻ പോലും അറിയാതെ ഞാൻ എഴുന്നേറ്റ് വരും, അയ്യോ മക്കൾക്ക് അത് കൊടുത്തില്ലല്ലോ ഇത് കൊടുത്തില്ലല്ലോ എന്ന്. പിന്നെ വൈകുന്നേരം അണ്ണൻ വന്നു. പിന്നെ അണ്ണന് ഞാനും കൂടി കുക്ക് ചെയ്തു. പെട്ടെന്ന് എന്തുണ്ടാക്കാം, ഞാൻ നോക്കിയപ്പോൾ പുട്ടാണ് എളുപ്പം. അങ്ങനെ പുട്ട് ഇഡലി തട്ടിൽ വെച്ചു. ഏത്തക്ക ഉണ്ടായിരുന്നു, അത് പുഴുങ്ങിയെടുത്തു. അണ്ണൻ പിന്നെ ഒരു ടിന്ന് നിറച്ചു എനിക്ക് തേങ്ങ ചീകി തന്നു. അതാകുമ്പോൾ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. പിന്നെ ചെറുപയർ പുഴുങ്ങിയെടുത്തു. അണ്ണൻ അൽബൂരി വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു, അതും ഒരു കട്ടനും കഴിച്ചു. പൊന്നൂസിനും മൂന്നുകെട്ടനും പുട്ടൊക്കെ എടുത്തു കൊടുത്തു. ഞാനും അണ്ണനും സിറ്റ് ഔട്ടിൽ പോയിരുന്നു. ഭയങ്കര മഴ രാത്രി.